വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BMSന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധം തത്സമയത്തിലേക്ക്. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, കൂടുതൽ വിവരങ്ങൾ. 2021 തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ച ഭാഗമായിട്ടാണ് വിവിധ PF-ന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BMSന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ആ BMSന്റെ ഈ മാർച്ചിൽ അണിനിരക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും BMS മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം മുദ്രാവാക്യം എന്ന് പറയുന്നത് PF പെൻഷൻ 5000 രൂപയായി ഉയർത്തുക, പെൻഷന്റെ PF-നോടൊപ്പം തന്നെ അതിന്റെ ലിങ്ക് ചെയ്യുക, PF പെൻഷൻകാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തുക, പെൻഷൻ കണക്കാക്കുന്ന മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുക, EPF ശമ്പളപരിധി 30,000 ഉയർത്തുക, ESI ശമ്പളപരിധി 42,000 ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സംസ്ഥാന വ്യാപകമായിട്ട് ഈ നിത്യപ്രക്ഷോഭം BMSന്റെ നേതൃത്വത്തിൽ നടന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 10 മുതൽ 19 വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഒപ്പുശേഖരണവും 19 PF ഓഫീസുകൾക്ക് മുമ്പിൽ ധരണയും ഒക്കെ തന്നെ BMS സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്ഭവനിലേക്കുള്ള BMSന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. BMSന്റെ സംസ്ഥാന അധ്യക്ഷൻ ശിവജി സുന്ദർ ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം നടത്തുകയാണ്. പെൻഷൻ പദ്ധതി മേലുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണ് ഈ PF മേലുള്ള ഈ പ്രക്ഷോഭത്തിന് BMSന് മുന്നോട്ട് ഇറക്കിയത് എന്നതാണ് BMS സംസ്ഥാന അധ്യക്ഷൻ പ്രസംഗത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും BMS ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ രാജ്ഭവനിലേക്കുള്ള മാർച്ച്. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.